നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ്. ഇവിടെ UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ശ്രീ KC വേണുഗോപാലാണ്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ A മാരിഫാണ്. ഇവിടെ NDA സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ശ്രീമതി ശോഭ സുരേന്ദ്രനാണ്. ഈ 3 സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. നമുക്ക് അവരോടൊപ്പം പോകാം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ ഭരണഘടനയും ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു രാജ്യത്തെ ഭരണമാറ്റം അനിവാര്യമായി മാത്രമേ കാണാൻ കഴിയൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ സങ്കീർണങ്ങളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി മതേതരത്വം നിലനിർത്താൻ വേണ്ടി ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉജ്ജ്വലമായ പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ നമുക്ക് ശക്തി പകരാനാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നതിൽ വിനീതനായ ഞാൻ നിങ്ങളുടെ മുന്നിൽ മത്സരിക്കുന്നത്. സഖാവിനോടൊപ്പം നിൽക്കുകയാണ്. അത്യുജ്വലമായ സ്വീകരണമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ആരിഫ് സഖാവിന്റെ. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് 2 വാക്ക് ചോദിക്കാം ഇലക്ഷനെ കുറിച്ച്. സാർ എന്ത് തോന്നുന്നു? LDF ഗംഭീര ഭൂരിപക്ഷത്തിൽ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കും. സാറ് ആ ചരിത്രം ആവർത്തിക്കുമെന്ന്? തീർച്ചയായും. തീപ്പരിയായിട്ട് തീ ഗോളമായിട്ട് മാറും. എല്ലാരും കൂടി ജയിച്ചു തീഗോളമായി മാറും. നികുതിയുടെ വിഹിതം തിരിച്ചു തരാതെ BJP സർക്കാർ തടഞ്ഞു വെച്ചു. അപ്പോഴാണ് നമ്മുടെ പെൻഷനൊക്കെ മുടങ്ങിയത്. ഞാൻ നിങ്ങൾ ഒരു സോപ്പോ ഒരു പേസ്റ്റോ എന്തെങ്കിലും മേടിച്ചാൽ ഇന്ത്യ സർക്കാർ അതിൽ നിന്ന് നികുതി ഈടാക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത് ഈടാക്കുന്ന 5 രൂപ ഒരു സോപ്പിന്റെ പുറത്ത് മേടിച്ചാൽ 3 രൂപ അവരെടുക്കും, 2 രൂപ നമുക്കും തരണം. അങ്ങനെ 1 ലക്ഷം ഒരു ദിവസം 10 ലക്ഷം സോപ്പ് ചെലവാകുമ്പോൾ കൂട്ടിക്കോ. അപ്പൊ ഒരു മാസം എത്ര കൂട്ടും? അതെല്ലാം കൂടി ചേർത്ത് തിരിച്ച് 2 രൂപ വെച്ച് നമുക്ക് ഇങ്ങോട്ട് തരണം. അത് സോപ്പ് മേടിച്ചാലും പേസ്റ്റ് മേടിച്ചാലും എന്ത് മേടിച്ചാലും ആ വിലയുടെ അടിസ്ഥാനത്തിലുള്ള നികുതിയാണ് നമുക്ക് വിഹിതമായി തരേണ്ടത്. അത് തരാതെ വന്നാൽ നമ്മുടെ
റോഡും പാലും എല്ലാം മുടങ്ങും, പെൻഷനും ഒക്കെ മുടങ്ങും. ആ പെൻഷൻ മുടങ്ങിയ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്ന് സമരം ചെയ്തത്. ആ പെൻഷൻ എന്നിട്ടും അവർ മൈൻഡാതെ വന്നപ്പോഴാണ് നമ്മൾ സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി പോയി കേസ് നടത്തിയാണ് ഇപ്പൊ പെൻഷൻ തരുന്നത്. ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇടപെട്ട് സംസാരിച്ചപ്പോ എന്റെ കൂടെ കൂടേണ്ടതല്ലേ കോൺഗ്രസ്? അധികാരത്തിൽ വരുന്നതിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പ്രാവർത്തികമാക്കിയതിനാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ കള്ളപ്പണം തടയണം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ അവർക്ക് കിട്ടിയ വിവരങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സൂചന കൊടുത്തപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയിലേക്ക് ഭാരതത്തിന്റെ ഖജനാവ് നാട് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആരാധനായിട്ടുള്ള മോദിജി അദ്ദേഹത്തിന് ഒരു മനുഷ്യനെ അറിയിക്കാതെ 4 കേന്ദ്രങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടാണ് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത്. അന്ന് നോട്ട് നിരോധനം വന്ന രാത്രി ഞാനൊക്കെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് തോമസ് ഐസക്കിന്റെ ഒരു പത്രസമ്മേളനം. തോമസ് ഐസക് നടത്തുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മുഖമാകെ വിവരണമായി. അദ്ദേഹം ആകെ തകർന്ന തരിപ്പണമായിട്ടാണ് പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത്. അതായത് 1000 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് വെളുപ്പിക്കാനുണ്ടായിരുന്നു. ആ വ്യത, ആ ആകുലതയാണ് തോമസ് ഐസക്കിന്റെ വാക്കുകളിലൂടെ നമ്മളൊക്കെ കേട്ടത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് റിസർവ് ബാങ്കിന്റെ മുന്നിലേക്ക് കോൺഗ്രസിന്റെ നേതാവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും ലീഗിന്റെ നേതാവും ഒരുമിച്ച് നടന്ന് മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ ഞങ്ങൾ അനുവദിക്കില്ല, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രഖ്യാപനവും അവരുടെ ഇൻകുലാബ് സിന്ദാബാദും സമരവും പ്രസംഗവും എല്ലാമാണ്. എനിക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിച്ചത് വളരെ വേദനയോടുകൂടി ഞാൻ നോക്കിക്കാണുന്നത് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ഒന്നുമില്ലാത്തവരുടെ നാട്, വീടില്ലാത്തവർ, കുടിവെള്ളം കിട്ടാത്തവർ, ആലപ്പുഴയുടെ കായലിനെ ക്ലീനാക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമാമി ഗംഗ പോലെ നമാമി ആലപ്പുഴയാക്കി ഈ ആലപ്പുഴയിലെ കായൽ തീരങ്ങളെ മാറ്റും എന്നുള്ളതാണ്. അവിടെ ഉൾനാടൻ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകൾ, കടലോര മേഖലയിൽ അവർ നോക്കി നിൽക്കെ കടൽ വീടുകൾ കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പോൾ ഈ നഷ്ടപ്പെടലിൻ്റെ വേദനയുമായിട്ട് നിൽക്കുന്ന അമ്മമാർക്ക്, സഹോദരന്മാർക്ക് അവർക്കൊരു തണലായിട്ട് ഞാൻ വർത്തിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ തീരത്തെ ശോഷിപ്പിച്ചുകൊണ്ട് വലിയ അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കരിമണൽ കർത്തയുടെയും KC വേണുഗോപാലിൻ്റെയും ഒപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകൾ ഈ കരിമണൽ കർത്തയുടെ അഴിമതിക്കെതിരെ ചോദ്യം ചെയ്തപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിട്ടുള്ള സജീവനെ വരെ കൊലപ്പെടുത്തി എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ആലപ്പുഴയിൽ അവിടെ ആ സജീവൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെടാത്ത ആരിഫുള്ള ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് എന്നെ കാണാം. കാരണം 1000 കോടി രൂപയുടെ കരിമണൽ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നത് നിർത്തലാക്കിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒന്നാമത്തെ ഡിമാൻഡ്.